തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. യേശുവിൽ പ്രിയമുള്ളവരെ, പ്രസിദ്ധ വാഗ്മിയും ഗ്രന്ഥകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ അമേരിക്കക്കാരൻ റോബർട്ട് ഷൂളറിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് എയർ ഹോസ്റ്റ് തൊട്ടടുത്തുള്ള യാത്രക്കാരിയോട് പറഞ്ഞു, 1 വർഷത്തിനു ശേഷമാണ് ഞാൻ വീണ്ടും ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എയർ ഹോസ്റ്റ് എത്തിയപ്പോൾ അദ്ദേഹം എയർ ഹോസ്റ്റിനോട് ചോദിച്ചു, ഈ 1 വർഷക്കാലം ഒരു അവധിക്കാലമായിട്ട് നന്നായി ചെലവഴിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ എയർ ഹോസ്റ്റ് പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചിട്ട് 1 വർഷമായി. ആ വേദനയിൽ ഞാൻ 1 വർഷത്തിൽ ലീവ് എടുത്തിരിക്കുകയായിരുന്നു. ആ എയർ ഹോസ്റ്റ് പറയുകയാണ്, അതിൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കാതിരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ആ വേദനയെ മറികടന്നത്? എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ അതിജീവിച്ചത്? എയർ ഹോസ്റ്റ് പറഞ്ഞു, എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു, നിൻ്റെ മകൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മകനെ ദൈവം തിരിച്ചെടുത്തു. ആ വാക്കുകൾ എന്നെ ആശ്വസിപ്പിച്ചില്ല, പക്ഷേ എനിക്ക് ദേഷ്യമാണ് ഉണ്ടായത്. ചിലർ പറഞ്ഞു, ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലേക്ക് ആ നല്ല പൂവിനെ ദൈവം പറിച്ചു കൊണ്ടുപോയി. ആ വാക്കുകളും എന്നെ ആശ്വസിപ്പിച്ചില്ല. ചിലർ വന്നിട്ട് പറഞ്ഞു, ദൈവം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നവനാണ്, അതുകൊണ്ട് ദൈവം ആ മകനെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഈ വാക്കുകളൊന്നും എന്നെ ആശ്വസിപ്പിച്ചില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് സഹോദരി ഈ സിറ്റുവേഷനെ തരണം ചെയ്തത്? എയർ ഹോസ്റ്റ് പറയുകയുണ്ടായി, ഒരു ദിവസം ഒരു ദമ്പതികൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ എന്നോട് ഒന്നും ചോദിച്ചില്ല. കുറച്ച് നേരം അവരെൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മൗനമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവരുടെയും ഏകമകൻ നഷ്ടപ്പെട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. കുറച്ച് നേരം ഞങ്ങൾ ഒരുമിച്ച് കരഞ്ഞു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷ, എനിക്ക് എൻ്റെ ദുഃഖത്തെ അതിജീവിക്കാനുള്ള ഒരു ആന്തരികമായ ശക്തി എവിടെ നിന്നോ കിട്ടുന്നത് പോലെ തോന്നി. പ്രിയമുള്ളവരെ, നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുന്നത്. നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു, ആത്മാവിനോട് മന്ത്രിക്കുന്നു. ഇന്നത്തെ ഈ സമൂഹത്തിൽ, ശബ്ദമുഖരിതമായ ഈ ലോകത്തിൽ എവിടെയും ഇയർഫോണും ഫേസ്ബുക്കും മറ്റുള്ള സോഷ്യൽ മീഡിയാസുമായിട്ട് ആളുകൾ ഓടി നടക്കുക. നിശബ്ദതയെ, ഏകാന്തതയെ സ്നേഹിക്കാൻ പഠിക്കുക. പ്രകൃതിയെ നോക്കുക, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, എല്ലാം നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിശബ്ദതയെ സ്നേഹിക്കാം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം.
ഹൃദയത്തെ തുറന്നിടുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം